അറിവും ബോധവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. എല്ലാം ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഇപ്പോൾ ഈ ഫുൾ ടൈം ഇതിനു വേണ്ടി അതിനുള്ള വഴികൾ ചെയ്യണം. ഇടതുപക്ഷ സർക്കാർ എല്ലാ രീതിയിലും അത് ചെയ്തിട്ടുണ്ട്. അത് പിന്തുടർന്ന് വരണം. ഇതിനെക്കാട്ടി പല വിഷയങ്ങളും വലിയ വിഷയങ്ങൾ നടന്നു, എന്നിട്ട് പോലും നമ്മൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ചു. പക്ഷേ ഇതൊരു പറച്ചിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ഇല്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ. നാട് മുഴുവൻ പ്രളയ സമാനമായ അന്തരീക്ഷത്തെ നേരിടുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിരുന്നുണ്ണാൻ പോയ കഥയും നമ്മൾ കേട്ടതാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകളും സജീവമായിരുന്നു. എന്തായാലും ഇതിനെപ്പറ്റി നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. നേരത്തെ ഇരുന്ന സർക്കാരിൻ്റെ കാലത്ത് വന്ന പ്രളയമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി കറക്റ്റായിട്ട് ചെയ്തു കാര്യങ്ങൾ. അവർ ഒരുപാട് ഈ സമിതി പാർട്ടികളെയൊക്കെ വിളിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പ്രളയകാലത്ത് ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാരെ കൂടുതൽ വടക്കം ഭാഗങ്ങളിലൊക്കെ വെള്ളത്തിൽ മഴ കാരണം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യവും ചെയ്തതായിട്ട് ഇപ്പോൾ ഞാൻ അറിയുന്നില്ല, ഒരു ന്യൂസ് കണ്ടതുമില്ല. പക്ഷെ അതൊന്നും പാടില്ല. മുഖ്യമന്ത്രി നിഷ്പക്ഷം പാടില്ല. പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുക, അതാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി ബിരിയാണി കഴിക്കുകയും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, അത് നല്ല കാര്യമാണ്, പുള്ളിയുടെ ആവശ്യമാണ്. പക്ഷേ പുള്ളി സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സമയം പാവപ്പെട്ട ആൾക്കാരെ നമ്മളെ നാടിനെയും സംരക്ഷിക്കുക. പഴയ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരാണ്. ഇവരെ അങ്ങനെയല്ല, ഇവർ കോർപ്പറേറ്റുകളുടെയും ഇവരുടെ ആ ഒരു ബെനിഫിറ്റ് നോക്കാതെ ഒരു കാര്യമൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിരിയാണി കഴിക്കാൻ പോയി, അതാ അതിനെക്കുറിച്ച് എന്ത് പറയാൻ, അവരങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ സർക്കാർ മാക്സിമം എല്ലാം വൃത്തിയാക്കി പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. ഇതിനെക്കാട്ടി പല വിഷയങ്ങളും വലിയ വിഷയങ്ങൾ നടന്നു, എന്നിട്ട് പോലും നമ്മൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ചു. പക്ഷേ ഇതൊരു എന്ത് പറയാൻ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണില്ലേ? നമുക്ക് പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ലകളെ മറ്റേ മീഡിയ ഉള്ള പരിചയങ്ങളേ ഉള്ളൂ. പക്ഷേ മീഡിയയിൽ പലരും പറഞ്ഞത് ക്യാമ്പിൽ ലൈറ്റില്ല, സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ അല്ലേ. അല്ല, ഇവിടെ ഇരുന്നും കൂടെ അതിന് അഭിപ്രായം പറഞ്ഞ എങ്ങനെയാണ്? അല്ല, പഴയതിനെ അപേക്ഷിച്ച് ഇപ്പം കുറേ വീഴ്ചകളുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊക്കെ ചെറിയ സില്ലി കാര്യങ്ങളല്ലേ. പക്ഷേ ഈ പ്രളയം മുൻകൂട്ടി കാണാനുള്ള ഒരു ഇത് കണ്ടതല്ല. ഒരു കാര്യം ചെയ്ത് ശവസംസ്കാരത്തിന് വേണ്ടി 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് തന്നെ, വേറെ എന്തൊക്കെ പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഒരു ഈ ഫോക്കസ് ചെയ്യാൻ ആ ഒരു വാക്കേ ഉള്ളൂ. പുതിയ സർക്കാർ കുറച്ച് സ്ലോ ആയിരിക്കുന്നു, ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കണമെന്ന്. ഇപ്പം ഇത് പ്രളയം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനായിട്ടുള്ള സമയമായിട്ടില്ല. ഒരു കാര്യം പറയാം, കഴിഞ്ഞ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തത് അതിനുള്ള അഭിപ്രായം പറയാനായിട്ടുള്ളത് സമയമായിട്ടില്ല. ബിരിയാണി കഴിക്കാനാണോ പോയത്, അതോ വേറെ വല്ല ചർച്ചയ്ക്കാണോ പോയതെന്നൊന്നും അറിയില്ല. അല്ല, നമ്മളൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. പിന്നെ ചെയ്യണം. ഇതിപ്പോൾ ഈ വീഴ്ച ഇവിടെ ഈ പ്രളയത്തിനെതിരെ അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. കാരണം കഴിഞ്ഞ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എല്ലാ രീതിയിലും അത് ചെയ്തിട്ടുണ്ട്. അത് പിന്തുടർന്ന് വരണം. പിന്നെ ഇത് കഴിഞ്ഞാൽ പ്രളയങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർക്കാരിൻ്റെ ഭാഗത്ത് ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ എല്ലായിരുന്നു, അതൊരു വീഴ്ചയാണ്. മുഖ്യമന്ത്രി വേറൊരു ഫംഗ്ഷനെ പറ്റി ഫുഡ് കഴിക്കുന്നതായിട്ടൊക്കെ കാണിച്ചു, അതൊക്കെ വീഴ്ച തന്നെയാണ്, വീഴ്ചയാണ്. അതിപ്പം എത്രയോ കുടുംബങ്ങൾ പട്ടിണിയിലാണ്, ആഹാരമില്ല, വെള്ളമില്ല. അവർക്ക് അതുകൊണ്ടെന്നുള്ള സൗകര്യങ്ങൾ ചെയ്യാതെ മുഖ്യമന്ത്രി ഇങ്ങനൊരു സന്ദർശനത്തിന് പോയത് തെറ്റ് തന്നെയാണ്. അത് അവരിലുള്ള ആൾക്കാരാണ് ഗ്രൂപ്പിൽ എടുത്തിട്ടത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾ അറിയേയില്ല. അത് തെറ്റ് തന്നെയാണ്. ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഇപ്പോൾ ഈ ഫുൾ ടൈം ഇതിനു വേണ്ടി അതിനുള്ള വഴികൾ ചെയ്യണം. പിണറായി തന്നെയാണ്. പിണറായി അവരുടെ സംഘടനകൾ CPM ആയാലും DFI ആയാലും എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഭക്ഷണങ്ങളായാലും ഫുഡായാലും പിന്നെ ഡ്രസ്സായാലും അങ്ങനെയുള്ള എന്ത് സാധനങ്ങളായാലും അവർ കൊണ്ടെത്തിച്ചു, കാര്യങ്ങൾ കൂടെ നിന്നു. അത് നേരത്തെയുള്ള കാലത്ത് നടന്നു. അല്ലെങ്കിലൊക്കെ ഈ സാധാരണപ്പെട്ടൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചത്തു പോകുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിയെ പോലെ ഒരു പവറും ഒരു കാര്യക്ഷമതയും ഇപ്പം കാണുന്നില്ല.
എനിക്ക് തോന്നുന്നത് എങ്ങനെ ഗ്രൂപ്പ് തർക്കങ്ങളായതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി വന്നിട്ട് നല്ല ആളാണ്. നമ്മുടെ സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി നല്ല ആളാണ്. നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവും ബോധവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. എല്ലാം ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. ഇവർ ഇലക്ഷന് വേണ്ടി ഇങ്ങോട്ട് അടുത്ത നേരെ വോട്ട് മറിക്കാൻ വേണ്ടിയുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവുമില്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ. ഇപ്പോൾ നാട്ടുകാർക്ക്, നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്ത കഴിഞ്ഞ മന്ത്രിസഭ കാലത്ത് കൊടുത്ത, മുഖ്യമന്ത്രി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ വെട്ടിക്കുറച്ചു. അതുകൊണ്ട് നല്ല കാര്യമല്ല ഇത്. പക്ഷേ മുഖ്യമന്ത്രി നല്ല കാര്യക്ഷമതയോടെ ഭരിച്ചു കഴിഞ്ഞാൽ അടുത്തും വരും 1, 2, 3 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതില്ലെങ്കിൽ പോക്ക 0, അടുത്തില്ല 0.